ജി സുധാകരൻ പറഞ്ഞ സമയം അതിനെക്കുറിച്ചുള്ള സജി ചെറിയാന്റെ മറുപടി താൻ രാത്രി അവിടെ എത്തിയിട്ടില്ല, പുലർച്ചെയാണ് എത്തിയതെന്നതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ജി സുധാകരൻ ഈ ഘട്ടത്തിൽ ഉയർത്തുന്ന ഈ ആരോപണങ്ങളിൽ വെളിപ്പെടുത്തലുകളിലൊക്കെ തന്നെയും പാർട്ടി മറുപടി പറയാൻ ബാധ്യസ്ഥമാണ് എന്നതാണല്ലേ? തീർച്ചയായിട്ടും പാർട്ടി മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം പി കൃഷ്ണപിള്ള സ്മാരകം എന്നത് ആലപ്പുഴയിലെ ഒരു സ്മാരകമല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തുടനീളം വളരെ വൈകാരികമായ ഒരു മുഖം കൂടിയാണ് പി കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ പേരുള്ള സ്മാരകം തകർത്തു എന്നത് അന്ന് സംസ്ഥാന പാർട്ടിക്കുള്ള ഏറ്റവും വലിയ വിവാദമായ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയും ചെയ്ത സംഭവം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്ന പുതിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് അന്ന് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ ആലപ്പുഴയിലെ നേതാവായ ജി സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആരോപണമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പാർട്ടിക്ക് മറുപടി പറയേണ്ടി വരും. എന്തായാലും പാർട്ടി ഇപ്പോൾ അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആരോപണം മുൻപിൽ നിൽക്കുന്ന സജി ചെറിയാൻ തന്നെ ഇത് പൂർണ്ണമായും തള്ളിക്കളയാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, താൻ അന്ന് അവിടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് താൻ എത്തുന്നത് രാവിലെ 8:30-ക്കാണ്. 6 മണിയോടുകൂടിയാണ് ഞാൻ ഈ കാര്യം പാർട്ടി പ്രവർത്തകർ അറിയുന്നത്. അതിനുശേഷം 8:30-ഓടുകൂടി ഞാൻ അവിടെ എത്തി. പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് 2:30-ക്കാണെങ്കിൽ പോലും അന്ന് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയായ ഞാൻ അന്ന് അവിടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര ദൂരെയാണെങ്കിലും വളരെ പെട്ടെന്ന് അവിടെ എത്തുക എന്നതാണ് താൻ ചിന്തിക്കുക. അങ്ങനെ പുലർച്ചെ 2:30-ക്ക് താൻ അവിടെ എത്തിയെങ്കിൽ അതിനെന്താണ് കുഴപ്പമെന്ന് അദ്ദേഹം ജി സുധാകരൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടക്കുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച പോലീസ് അന്വേഷിച്ചിട്ട് ഒരു തെളിവും കിട്ടാതെ പോയ ഒരു കേസാണ്. അന്ന് പ്രതിപട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്ത ഒരു അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു തെളിവുണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജി സുധാകരൻ ഒരു മാനസിക വിഭ്രാന്തിയാണ്, അദ്ദേഹം എന്തോ ഒരു വലിയ ആളാണ് താൻ എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മന്ത്രി സജി ചെറിയാൻ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ അതേപോലെ തന്നെ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വിവാദങ്ങൾ ഉയരുന്നത് നല്ല കാര്യമല്ല. പ്രത്യേകിച്ച് പി കൃഷ്ണപിള്ള സ്മാരകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ അന്നത്തെ ആലപ്പുഴയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗീയ പ്രശ്നമായിരുന്നു. VS പിണറായി ദുന്ദുങ്ങൾ 2 വിഭാഗങ്ങളായി ഏറ്റുമുട്ടി അതിൻ്റെ അങ്ങേയറ്റം നശീകരണ സ്വഭാവത്തോടെ പാർട്ടിയെ ബാധിച്ച ഒരു വിഷയം കൂടിയായിരുന്നു പി കൃഷ്ണപിള്ള സ്മാരകം തകർത്തത്. അന്ന് VS-ന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായിരുന്ന ലതീഷ് പി ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ആരോപണ വിധേയരായത്. അവരെ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയത്, അവരെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ പാർട്ടിയിൽ നിന്ന് അവരെ പുറത്താക്കിയതും അവരെ പ്രതിപട്ടികൾ ചേർന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ VS അന്ന് അതിശക്തമായ വിമർശനം ഉന്നയിക്കുകയും പിന്നീട് VS-നെ സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വലിയ തോതിൽ പാർട്ടിയെ ആഘാതമേൽപ്പിച്ച ഒരു സംഭവം വീണ്ടും ഒരു ആരോപണമായി പുതിയ ആരോപണമായി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വരുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല. ഏതായാലും ഇതിന് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ മറുപടി പറയും. കൃത്യമായി മറുപടി പറഞ്ഞ് പോകാനുള്ള ബാധ്യതയും അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അവനത് മറുപടി പറയുമെന്ന് ഉറപ്പാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിവാദമായിട്ട് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതാണ് ആ പ്രതികളെ ഏതായാലും വെറുതെ വിട്ടതാണ്. VS-ന്റെ മുൻ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ അന്ന് വെറുതെ വിടുകയും ചെയ്തതാണ്. ലേബി സജീന്ദ്രൻ കൂടി തുടരുന്നുണ്ട്. ലേബി, ഇതിലിപ്പോൾ സജി ചെറിയാന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ജി സുധാകരൻ പല വിഷയങ്ങൾ അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കൃഷ്ണപിള്ള സ്മാരകം തകർത്തതുമായി ബന്ധപ്പെട്ട ഈ വെളിപ്പെടുത്തൽ. മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ ജി സുധാകരൻ പാർട്ടിക്കെതിരെ ആരോപണം ഉയർത്തുമെന്നത് ഇപ്പോഴും പാർട്ടി പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ? വിനീത, തീർച്ചയായും ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ജി സുധാകരൻ വിളിച്ചു പറയും എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നടന്ന കൃഷ്ണപിള്ള സ്മാരകം തകർത്തതുൾപ്പെടെയുള്ള സംഭവങ്ങളെല്ലാം നേരിട്ടറിയാവുന്ന, വ്യക്തമായി അറിയാവുന്ന അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിലെ രഹസ്യങ്ങൾ എന്തെങ്കിലും തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പാർട്ടിക്ക് ആലോചന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പുറത്തേക്ക് ഇടുകയാണെങ്കിൽ, അത് വിളിച്ചു പറയുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ക്ഷീണം ഉണ്ടാക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ പാർട്ടിക്ക് ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പവും ആശങ്കയും ഒക്കെ ഉണ്ടാകുക എന്നത് സ്വാഭാവികം തന്നെയാണ്. ഏതായാലും അതിന്റെ ആദ്യ വെടിയാണ് ഇപ്പോൾ ജി സുധാകരൻ പൊട്ടിച്ചിരിക്കുന്നത്. കൃഷ്ണപിള്ള സ്മാരകം അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒന്നാണ്. അതിൽ തന്നെ തൊട്ടിരിക്കുകയാണ് ജി സുധാകരൻ. ആദ്യമായിട്ട് ഇത്തരത്തിൽ വളരെ വിശദമായ ഒരു രാഷ്ട്രീയം പറഞ്ഞ ഘട്ടത്തിൽ തന്നെ കൃഷ്ണപിള്ള സ്മാരകം തകർത്തതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പ്രതികളെ തന്നെ
തനിക്കറിയാം. പ്രതി ചേർക്കപ്പെട്ടവരാരും തന്നെ പ്രതികളല്ല, പ്രതികളാക്കപ്പെട്ടവർ ഒന്നും പ്രതികളല്ലാതിരിക്കെ അത് കുറ്റം ചെയ്തവരെല്ലാവരും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം പറയുന്നു. ആ സമയത്ത് അവിടെ സജി ചെറിയാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സജി ചെറിയാനെ ഇത്തരത്തിൽ ഈ ക്രിമിനൽ വൽക്കരണം CPM-ൽ നടത്തുകയാണ് എന്ന് പറയുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ സജി ചെറിയാനെതിരെ പറയുന്നു. കൃഷ്ണപിള്ള സ്മാരകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ആദ്യം ഒരു തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നു. ജി സുധാകരൻ ഇത്തരത്തിൽ CPM-നുള്ളിലെ കാര്യങ്ങൾ ഇത് ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറയുകയാണെങ്കിൽ സ്വാഭാവികമായും അത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ സജി ചെറിയാൻ പെട്ടെന്നൊരു പ്രതികരണം പൂർണ്ണമായും തള്ളിക്കൊണ്ട് നടത്തിയെങ്കിൽ പോലും അത് ഇനി അങ്ങോട്ട് സ്വാഭാവികമായും മറ്റ് മുതിർന്ന നേതാക്കളും പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരും ഇതിനൊരു മറുപടി പറയേണ്ട സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിനീത, ശരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും വേണ്ടെന്ന് തീരുമാനിച്ചത് സംസ്ഥാന സെൻട്രൽ നിന്നാണ്. പിണറായി വിജയൻ തന്നെ പറഞ്ഞു അത്തരത്തിലുള്ള അന്വേഷണം വേണ്ട എന്ന് ജി സുധാകരൻ പറയുമ്പോൾ നമുക്ക് മുഖ്യമന്ത്രി എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ മറുപടി നൽകാൻ പോകുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്.